ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനത്ത് സ്വർഗ സിയോൻ പുരിയിൽ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനത്ത് സ്വർഗ സിയോൻ പുരിയിൽ. എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. തിരുപ്പാലിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ സിയോൻ പുരിയിൽ. തിരുപ്പാലിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ സിയോൻ പുരിയിൽ. നിധി സൂര്യനുദിച്ചിടുമേ തൻ വിശുദ്ധരെ ചേർപ്പാനായി. നിധി സൂര്യനുദിച്ചിടുമേ തൻ വിശുദ്ധരെ ചേർപ്പാനായി. പാലിച്ചേരും ദൂതരത്ത് ഹല്ലേലൂയ പാടും ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. പാലിച്ചേരും ദൂതരത്ത് ഹല്ലേലൂയ പാടും ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. പ്രിയൻ പാദം ഒലിവുമലയിൽ തൻ വിശുദ്ധരെ തുറപ്പിക്കും. പ്രിയൻ പാദം ഒലിവുമലയിൽ തൻ വിശുദ്ധരെ തുറപ്പിക്കും. കിടന്നു മാറും രണ്ടായി ഒലിവുമല കിഴക്കു പടിഞ്ഞാറാ. കിടന്നു മാറും രണ്ടായി ഒലിവുമല കിഴക്കു പടിഞ്ഞാറാ. വാഴും കാന്തനോടായിരമണ്ട് ഇമ്പ വീട്ടിലൻ സ്വന്ത നാട്ടിൽ. വാഴും കാന്തനോടായിരമണ്ട് ഇമ്പ വീട്ടിലൻ സ്വന്ത നാട്ടിൽ. ദുഃഖം മുറവിളിയും കഷ്ടതയും മരണവുമില്ലവിടെ. ദുഃഖം മുറവിളിയും കഷ്ടതയും മരണവുമില്ലവിടെ.
കുഞ്ഞാടു പ്രകാശമാ, ഇല്ല ഇനി ഇരുളൊരു നാളും. ദൈവ കുഞ്ഞാടു പ്രകാശമാ, എല്ലാ നാളും ആനന്ദിക്കും നിത്യമായി ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. എല്ലാ നാളും ആനന്ദിക്കും നിത്യമായി ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനൊത്ത് സ്വർഗ സിയോൻ പുരിയിൽ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനൊത്ത് സ്വർഗ സിയോൻ പുരിയിൽ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനം ധ്യാനിക്കുവാൻ നമുക്ക് കർത്താവ് ഒരു ദിവസം കൂടി തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തെ അറിയുന്നു, അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിക്കുന്നു, ദൈവത്തെക്കുറിച്ച് അറിയാമെന്ന് ചിന്തിച്ചാണ് ഒരുവിധം ആളുകളൊക്കെയും ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഏതെങ്കിലും സഭകളോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെയുമുള്ള ഒരു ചിന്തയാണ് ദൈവത്തെ അറിയാം, അല്ലെങ്കിൽ ദൈവത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും അറിയാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ബുദ്ധിയിൽ ദൈവത്തെക്കുറിച്ച് പലതും പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും അറിയാം, നാം പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള ജ്ഞാനവും നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതോ വേദപുസ്തകം ഹൃദയസ്ഥമാക്കുന്നതോ അതൊന്നുമല്ല ദൈവത്തെക്കുറിച്ച് അറിയുക, ദൈവം ആരാണെന്ന് വ്യക്തിപരമായി അനുഭവിച്ചറിയുക. ദൈവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിച്ച് അവന് ദൈനംദിന ജീവിതത്തിൽ ആലോചനകൾ പറഞ്ഞു തന്ന് നടത്തുന്ന ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഏതെങ്കിലും അറിവോ പുസ്തകത്തിലെ ജ്ഞാനമോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കഷ്ടത അനുഭവിച്ച ആളാണ് ഇയ്യോബ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇയ്യോബ് ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, ഇയ്യോബ് പഠിച്ച ഈ ലോക ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് നോക്കിയിട്ട്, ദൈവം പഠിപ്പിച്ച പാഠങ്ങളിലേക്ക് നോക്കിയിട്ട്, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളിലേക്ക് നോക്കിയിട്ട് ഇയ്യോബ് പറയുന്ന ഒരു വാക്യമാണ് 42-ന്റെ 5-6 നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇയ്യോബ് പറയുകയാണ്, ആരാണ് ദൈവമെന്ന്, ദൈവം എന്താണെന്ന്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് എന്നെ കാണുന്നതെന്ന് യഥാർത്ഥമായി ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. വായിക്കാം. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അതും ആക്ഷരികമായി ഇയ്യോബിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു എന്നല്ല. ഇയ്യോബ് പറയാണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന്, ദൈവം എനിക്ക് തന്ന അനുഭവങ്ങളിൽ നിന്ന്, എൻ്റെ ജീവിതം കടന്നുപോയ ആ വലിയ ശോധനകളിൽ നിന്നെല്ലാം ഇപ്പോൾ ഞാൻ ദൈവം ആരാണെന്നും ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും ദൈവം ആരാണെന്നും ഞാൻ കണ്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. ദൈവമേ, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. വായിക്കാം. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ദൈവത്തെ കണ്ടപ്പോൾ ഉണ്ടായ ഭക്തനായ ഇയ്യോബിന്റെ അനുഭവം ആണെന്ത്? ഇയ്യോബ് തന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഇയ്യോബ് അനുദപിക്കുകയാണ്. എന്ത്? ദൈവമേ, നിന്നെ ഞാൻ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലല്ലോ, നിന്നെ ഞാൻ കാണേണ്ടതുപോലെ കണ്ടില്ലല്ലോ എന്ന് ഇയ്യോബ് തന്നെ തന്നെ കണ്ടപ്പോൾ ഇയ്യോബ് ചാരത്തിലും പൊടിയിലും കിടന്ന് രട്ടിലും വെണ്ണീറിലും കിടന്ന് ഇയ്യോബ് തൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, തൻ്റെ കുറവുകളിലേക്ക് നോക്കി ഇയ്യോബ് അനുദപിച്ചു എന്ന്. പ്രിയപ്പെട്ട വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രാഹാം പിതാവിന്റെ സമകാലികനായിരുന്നു ഇയ്യോബ് എന്നാണ് വേദപഠിതാക്കളൊക്കെയും
രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. BC 1480 1460 ഇടയിലുള്ള കാലയളവിലാണ് ഇയ്യോബിന്റെ പുസ്തകം എഴുതപ്പെട്ടത് എന്ന്. ഏകദേശം 200 വർഷത്തെ ചരിത്രമാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട, ഇയ്യോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പീഡിതൻ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവൻ, ഏറ്റവും വലിയ പീഡയിലൂടെയും കഷ്ടതയിലൂടെയും കടന്നുപോയവൻ, മടങ്ങി വന്നവനെന്നും അതിന് ഒരർത്ഥമുണ്ട്. ഏറ്റവും വലിയ പീഡിതനായിരുന്നു ഇയ്യോബ്, പീഡ അനുഭവിച്ചവനായിരുന്നു എന്ന്. പ്രിയപ്പെട്ട, എന്നാൽ ഇയ്യോബിന്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയണ, ദൈവമേ, നിന്നെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്ന്. ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കണ്ടു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് പൊടിയിലും ചാരത്തിലും ഇരുന്ന് ഞാൻ അനുതപിക്കുന്നു. എൻ്റെ കുറവുകളിലേക്ക് നോക്കി ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് നാം ജീവിക്കുമ്പോൾ നോക്കേണ്ടതാണ് എന്ത്? ഓരോ ദിവസം കഴിയുന്തോറും ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിനെ അനുഭവിക്കുന്നു, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നാം ഓരോരുത്തരും ഓരോ ദിവസം കഴിയുന്തോറും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പടവുകൾ നാം മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. എന്ത്? എൻ്റെ ഹൃദയത്തിന്റെ മനോഭാവം എന്താണെന്ന്. ഞാൻ എന്താണ്ടൊക്കെ ആയി എന്നാണോ? ഞാൻ ഒരുവിധം നന്നായി ജീവിക്കുന്നവനാണ്, എനിക്ക് വലിയ കുറവുകളൊന്നുമില്ല, ഞാൻ മറ്റുള്ളവരെക്കാൾ ഭേദമാണ്, അനേകരുടെ ജീവിതത്തിലുള്ള പാപങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല, അങ്ങനെയുള്ള സ്വയനീതിയിൽ അടിസ്ഥാനമായ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുന്നത്? അതോ ഓരോ ദിവസം കഴിയുന്തോറും, വചനം കേൾക്കുന്തോറും, ദൈവമായിട്ട് അടുക്കുന്തോറും, ദൈവമേ ഞാൻ ഏതുമില്ലല്ലോ എന്നുള്ള, എന്നെ നീ സ്നേഹിച്ചല്ലോ എന്നുള്ള ഈ കുറവുള്ളവനായ പാപത്തിന്റെ അടിമയായി ജീവിച്ച, നിന്നെ അറിയാതെ നല്ല കാലങ്ങളൊക്കെയും പാഴാക്കി കളഞ്ഞ എന്നെ സ്നേഹിച്ച ആ കാൽവറിയിലെ സ്നേഹത്തിന്റെ ആഴമറിഞ്ഞ് നമുക്ക് താഴാൻ കഴിയുന്നുണ്ടോ? നമുക്ക് എളിമപ്പെടാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കുറവുകളിലേക്ക് നോക്കി നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ദൈവമക്കളെ, ഇയ്യോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ജീവിതം വലിയ ശോധനകളിലൂടെയും കഷ്ടതകളിലൂടെയും എല്ലാം കടന്നുപോയെങ്കിലും ഇയ്യോബ് തന്നെത്താൻ കണ്ടു, തൻ്റെ ഹൃദയം കണ്ടു, തൻ്റെ മനോഭാവം കണ്ടു. ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണെന്ന് ഇയ്യോബ് തിരിച്ചറിഞ്ഞു. ഒരു ഭക്തന് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്ത്? നാളുകൾ കഴിയുന്തോറും, പ്രിയപ്പെട്ട വാർദ്ധക്യത്തോട് അടുക്കുന്തോറും, ശുശ്രൂഷയിൽ മുതിരുമ്പോഴും, ഈ ലോക ജീവിതം വിട്ട് കടന്നു പോകാറാവുമ്പോഴും, പ്രിയപ്പെട്ടവരെ മരണത്തോട് അടുക്കുന്തോറും നമ്മുടെ ഹൃദയം കാണാൻ, നമ്മുടെ ആളത്വം കാണുവാൻ, നമ്മുടെ ഉള്ള അവസ്ഥ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ കടന്നു വന്ന് ദൈവത്തോടൊരു വാക്ക് പറഞ്ഞ് ശരിയായൊരു സമർപ്പണവും മാനസാന്തരവും ലഭിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെ പ്രകടമായ പാപങ്ങളൊന്നുമില്ല, ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ നടത്തുകയാണ്. അഥവാ അറിയാതെ എന്തെങ്കിലും വന്നുപോയാൽ അവന് പാപബോധം ലഭിക്കും. അവനെ പാപത്തെ ഓർത്ത് അനുദപിച്ചാൽ അവനെ യഥാസ്ഥാനപ്പെടാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹൃദയപാപങ്ങളാണ് മനുഷ്യനെ ഏറ്റവും വലയ്ക്കുന്നത്. ദൈവമക്കളെ, ഞാൻ പഠിച്ചൊരു പാഠമാണ് എന്ത്? എൻ്റെ 34 വയസ്സിന് ഞാൻ പരിചയിച്ച പാപങ്ങളും ശീലിച്ച പാപങ്ങളുമെല്ലാം ഞാൻ യേശുക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞ് ജീവിതം സമർപ്പിച്ച അന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ മാറിയതാണ്. ഇവിടെ അതൊന്നും പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ദൈവം എന്നെ കാക്കുന്നുണ്ടെന്നാൽ ദൈവമക്കളെ, ഞാൻ അറിയുന്നുണ്ട് എന്ത്? ആളത്വത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന, ജീവിതത്തിൽ പരിശീലിച്ചു പോന്നിരിക്കുന്ന അനേക പാപ സ്വഭാവങ്ങളുടെ അടിവേരുള്ളിലുണ്ട് എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കൽ ഞാനൊരു ദൈവദാസനോട് ചോദിച്ചതാണ്, ഈ പാപത്തിന്റെ പ്രലോഭനം, ഈ പോരാട്ടം ഇത് എത്ര കാലമുണ്ട് എന്ന്. അതെനിക്ക് പറഞ്ഞു തന്നതാണ്, മരണം വരെ ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുന്ന കാലമത്രയും പാപത്തിന്റെ പരിശോധനകളും പ്രലോഭനങ്ങളുമെല്ലാം വരാവുന്ന ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നാം ആരും പാപത്തിന് അതീതരായോ, പ്രിയപ്പെട്ടവരെ വിശുദ്ധന്മാരുടെ ഉന്നത നിലവാരത്തിലോ അല്ല, പിന്നെയോ ദൈനംദിന ജീവിതത്തിൽ കർത്താവ് നമ്മെ നടത്തുകയാണ്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുകയാണ്. വീഴാൻ സാധ്യതയുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തിലെ നീ ഒരിക്കലും മറന്നു പോകരുത്, എന്നെ നടത്തുന്നൊരു ദൈവമാണെന്ന്, ഞാൻ ആയിരിക്കുന്നവൻ്റെ കൃപയാണെന്ന്, ഞാൻ അനുഭവിക്കുന്ന എല്ലാം അവിടുത്തെ ദാനമാണെന്ന്. ദൈവമക്കളെ, ഇയ്യോബ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുദപിക്കുകയാണ്. ഇവിടെ നിത്യനായ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ നോക്കി സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും
നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. പ്രിയപ്പെട്ട ഈ ഭൂമിയിലെ മനുഷ്യരോ കൂട്ടായ്മയിലെ ഏതെങ്കിലും ദൈവദാസന്മാരോ അവനോട് ചേർന്ന് നിൽക്കുന്നവരാരുമല്ല. പിന്നെയോ നിത്യനായ ദൈവം ഭൂമിയിലേക്ക് നോക്കി തൻ്റെ ദാസനായ യോബിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമായിരുന്നു നാം കേട്ടത്. ഒന്ന്, അവൻ നിഷ്കളങ്കനായിരുന്നു. രണ്ട്, അവൻ നേരുള്ളവനായിരുന്നു. മൂന്ന്, ദൈവഭക്തനായിരുന്നു. നാല്, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഈ അനുഭവങ്ങൾ നമുക്കുണ്ടോ എന്ന്. നിഷ്കളങ്കമായൊരു ഹൃദയം. പ്രിയപ്പെട്ട എപ്പോഴും മനുഷ്യൻ വലഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയപ്രാഗൽഭ്യം ചോർന്നു പോകുന്നത്, മനുഷ്യന്റെ മുഖം ശോഭിക്കാതിരിക്കുന്നത് അവന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോഴാണ്. ദൈവമക്കളെ, മനുഷ്യൻ തന്റെ ഹൃദയം വാസ്തവമായി കാണുമ്പോഴാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പോലും കരഞ്ഞു പോയൊരു കാര്യമാണെന്ത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന്. ദൈവമക്കളെ, സ്വന്തം പാപം കാണുമ്പോൾ, സ്വന്തം ഹൃദയത്തിന്റെ അനുഭവം കാണുമ്പോൾ പ്രിയപ്പെട്ട മനുഷ്യൻ അങ്കലാപ്പിലായി പോവുകയാണ്. എന്ത്? അയ്യോ ഇതിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടോ, എന്നെ ആര് വിടുവിക്കുമെന്ന്. യോബിനെ കുറിച്ച് ദൈവം ഒന്നാമത് പറഞ്ഞത് അവൻ നിഷ്കളങ്കനായിരുന്നു, നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയായിരുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. രണ്ട്, യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവൻ നേരുള്ളവനായിരുന്നു, സത്യസന്ധനായിരുന്നു. പ്രിയപ്പെട്ട കാപട്യമൊന്നും യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ, വചനത്തോടും കൂട്ടായ്മയോടും ആത്മീയ ശുശ്രൂഷകളോടും സഭകളോടുമെല്ലാം ചേർന്ന് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എളിമയോട് ചോദിക്കട്ടെ, ഒരു നേരുള്ള ഹൃദയം നമുക്കുണ്ടോ? ഒരു സത്യസന്ധതയുള്ള ഹൃദയം നമുക്കുണ്ടോ? വക്രതയില്ലാത്ത ഹൃദയം നമുക്കുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞു അവൻ നേരുള്ളവനായിരുന്നു എന്ന്, അവൻ ദൈവഭക്തനായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അവന്റെ ഭക്തി ഈ ലോകത്തിൽ ഒന്നിലുമായിരുന്നില്ല. പിന്നെയോ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ യോബ് അവനെ മുറുകെ പിടിച്ചു. അവൻ ഭക്തനായിരുന്നു. പിന്നീട് ദൈവം പറഞ്ഞു അവൻ ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ദൈവമക്കളെ, മനുഷ്യ ജീവിതത്തിൽ അനേക ദോഷങ്ങൾ നമ്മുടെ കണ്ണിൽ മുമ്പിൽ വരാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ പലതും ഉണ്ടാകും. എന്നാൽ മറ്റുള്ളവരുടെ ദോഷങ്ങൾ കാണുമ്പോൾ, ഈ ലോകത്തിന്റെ തിന്മകൾ കാണുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ഹൃദയം അതിൽ നിന്നെല്ലാം ഓടി അകലുന്നതാണോ? യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞവൻ ദോഷം വിട്ട് അകലുന്നവനായിരുന്നു എന്ന്. പ്രിയപ്പെട്ട, എന്നാൽ യോബിന്റെ ചരിത്രം നാം പിന്നീട് പഠിക്കുമ്പോൾ ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. ഏറ്റവും വലിയ കഠിനമേറിയ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ലാത്ത, ഒരു മനുഷ്യനും വഹിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത കഠിനമേറിയ ശോധനകളിലൂടെയാണ് യോബിന്റെ ജീവിതം കടന്നുപോയത്. ദുഷ്ടനായ പിശാച് യോബിന്റെ ആ സന്തോഷ ജീവിതത്തിലേക്ക് കണ്ണുവെച്ച് അവനെ തകർത്ത് കളവാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചു. നമുക്കറിയാം, യോബിന്റെ എല്ലാ സമ്പത്തുകളും യോബിന്റെ ഐശ്വര്യങ്ങളുമെല്ലാം ചോർന്നുപോയി. യോബിന്റെ 10 മക്കള് ഒരുമിച്ച് മരിച്ചുപോയി. ഞാൻ ചിലപ്പോഴൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത്രമാത്രം കഠിനമായ അവസ്ഥയിൽ കടന്നുപോയവർ ആരെങ്കിലും ഉണ്ടോ എന്ന്. ദൈവമക്കളെ, മക്കളൊക്കെ മരിച്ചു പോയവര് നാം ഈ അടുത്ത കാലത്ത് കേട്ടു 4 മക്കൾ ഒന്നിച്ചു വരും. എന്നാൽ 10 മക്കൾ യോബിന്റെ ഒറ്റ ദിവസം ഒരു സമയത്ത് ഒരു ഭവനത്തിൽ വെച്ച് മരിച്ചുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നാം മനസ്സിലാക്കണം, യോബിന്റെ ജീവിതത്തില് ചില നിർണായകമായ സമർപ്പണങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു യോബ് എന്ന്. അതുകൊണ്ടാണ് പിശാച് അവന്റെ മേൽ കണ്ണുവെച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട, യോബിന്റെ ജീവിതത്തില് വലിയ നിഷ്ഠയും തീരുമാനങ്ങളുമുള്ള വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, യോബിന്റെ ഹൃദയത്തില് എന്നാൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഉത്കണ്ഠ, ഒരു ആകുല ചിന്ത, യോബിന്റെ ഹൃദയത്തെ ഭരിച്ചിരുന്ന ഒരു വ്യാകുല ചിന്തയുണ്ടായിരുന്നു. എന്ത്? 1:5 നമുക്ക് വായിക്കാം. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. യോബിന്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു. എന്ത്? എൻ്റെ മക്കൾ പാപം ചെയ്ത് ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു പോയിരിക്കുമോ എന്ന്. യോബ് ആഴ്ചവട്ടം ചെയ്യുമ്പോഴൊക്കെയും തൻ്റെ മക്കളെ കൂട്ടി വരുത്തി അവർക്ക് വേണ്ടി ഹോമയാഗം കഴിച്ച് ദൈവസന്നിധിയില് അഭയാചന കഴിക്കുന്നവനായിരുന്നു. ദൈവമക്കളിൽ നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ കൂടി ജീവിക്കുന്നവരെ കുറിച്ച്
നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കൾ പാപത്തിലേക്ക് പോയിരിക്കുമോ? എൻ്റെ മക്കളുടെ ഹൃദയം ദൈവത്തെ വിട്ടു പോയിരിക്കുമോ? എൻ്റെ മക്കൾ ദൈവത്തോടു കൂടെയാണോ ജീവിക്കുന്നത്? ദൈവമക്കളെ, അതെല്ലാം ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആകുലതയുണ്ടാവും. എന്ത്? പാപം പറ്റാൻ സാധ്യതയുള്ള, പാപത്തിൽ വീണുപോകാൻ സാധ്യതയുള്ള ഈ ലോക ജീവിതത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. ദൈവമക്കളെ, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്ത്? അവരെ ശാസിച്ചത് കൊണ്ടോ എപ്പോഴും ഉപദേശിച്ചത് കൊണ്ടോ തർജ്ജനം ചെയ്തുകൊണ്ടോ ഒന്നും പ്രയോജനപ്പെട്ടു എന്ന് വരികയില്ല. അവർ പ്രായം കഴിഞ്ഞാൽ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരെയൊക്കെ നമുക്ക് കൊണ്ടുവയ്ക്കാവുന്ന ഒരു ഇടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആ ഭാരവും ഹൃദയത്തിലെ ആകുലതകളും നിരാശയുടെ ചിന്തകളുമെല്ലാം കുരിശിന്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറയണം, കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങളാണ്, ഈ അപ്പനായ എനിക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കർത്താവേ, നീ ഒന്ന് നോക്കണമേ, നിന്റെ തിരുരക്തം ഒന്ന് തളിക്കണമേ, നിന്റെ ആത്മാവിനെ ഒന്ന് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, എത്ര അപ്പനമ്മമാരുടെ ഹൃദയത്തിൽ ആ ഒരു വേദനയുണ്ട്. യോ, എൻ്റെ മക്കൾ ദൈവത്തോടു കൂടെയാണോ? അല്ലെങ്കിൽ എൻ്റെ മക്കൾ ദൈവവചനം കേൾക്കുന്നില്ലല്ലോ, എൻ്റെ മക്കൾക്ക് ദൈവം വേണ്ടല്ലോ, എൻ്റെ മക്കൾക്ക് ലോകപ്രകാരം എല്ലാം ഉണ്ട്, എന്നാൽ അവർക്ക് ദൈവമില്ലല്ലോ എന്നുള്ള ആ വേദന, പ്രിയപ്പെട്ടവരെ, അനേക മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഇല്ലാത്തൊരു വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ലോകപ്രകാരം എല്ലാം ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്നവരാണ് അനേകരും. പ്രിയപ്പെട്ട സഹോദര, നീ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കണം, എല്ലാമുള്ള എൻ്റെ മക്കള് അകാലത്ത് കടന്നുപോയാൽ അവരുടെ നിത്യത എവിടെയാണെന്ന്. നമ്മുടെ നേട്ടങ്ങളോ നമ്മുടെ മക്കളുടെ നേട്ടങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല. ദൈവമക്കളെ, യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഭാരമായിരുന്നു ഇത്. എൻ്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകുമോ എന്ന്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം നമുക്ക് യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, യോബ് അങ്ങനെ പറയാൻ കാരണമുണ്ട്. എന്ത്? മരിക്കത്തക്ക അവസ്ഥയിലാണ് യോബ് കടന്നു പോകുന്നത്. ലോകത്തിൽ എല്ലാവരും വെറുത്ത്, ഭാര്യ വെറുത്ത്, വേലക്കാര് വെറുത്ത്, യോബിനെ ആശ്വസിപ്പിക്കാമെന്ന് സഹോദരന്മാർ പോലും കുത്തുവാക്കുകളും, പ്രിയപ്പെട്ടവരെ, അവനെ പരിഭവത്തിന്റെയും നിന്റെ എന്തോ പാപം കൊണ്ടാണ് ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും യോബിന്റെ ഉള്ളിലെ തീരുമാനം എന്താ? ഈ രോഗത്തിൽ ഞാൻ മരിച്ചാലും, ഈ അവസ്ഥയിൽ ഞാൻ കടന്നുപോയാലും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോബ് പറയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന്. ദൈവമക്കളെ, കഷ്ടതകളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ പ്രത്യാശ ഒരിക്കലും കുറഞ്ഞു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. യോബിന്റെ പുസ്തകം 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു മലപ്രസംഗത്തിലും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27 മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളുമായി വ്യഭിചാരം ചെയ്തു പോയി എന്ന്. പ്രിയപ്പെട്ടിരുന്നാൽ കർത്താവ് ഈ വചനം പറയുന്നതിന് മുമ്പ് തന്നെ യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിട്ടുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്ന് യോബ് പറയാണ്. പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ദൈവമക്കളെ, എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു സ്ത്രീയെ കണ്ടാൽ പാപമാണെന്നാണോ? ഒരു സുന്ദരിയെ കണ്ടാൽ പാപമാണെന്നാണോ? അല്ല ദൈവമക്കളെ. പിന്നെയോ മോഹത്തോടെ, പ്രിയപ്പെട്ട ആസ്വാദന സൗകര്യത്തോടെ, പിന്നെയും കാണണമെന്നുള്ള ആഗ്രഹത്തോടെ നോക്കുകയാണെങ്കിൽ അത് പാപമാണെന്ന് യോബിനറിയാമായിരുന്നു. യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തിട്ടുണ്ട് എന്ന്. പിന്നെ ഞാനൊരു കന്യകയെ മോഹത്തോടെ നോക്കുന്നത് എങ്ങനെയെന്ന്. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി ആ ഉടമ്പടി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തോട് പറഞ്ഞ ആ സമർപ്പണത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിനെക്കുറിച്ച് കുറ്റബോധമുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, കണ്ണുമായി ഒരു നിയമം ചെയ്തിരുന്നവനാണ് യോബ്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. നമുക്ക് വായിക്കാം 16-19-20 വായിക്കാം. ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിൽ. യോബ് പറയാണ്, ഈ ലോകത്തിൽ എൻ്റെ സഹോദരന്മാര് വന്ന് എന്നെ കാണുന്നവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുകയും എൻ്റെ കുറ്റം കൊണ്ടാണ് ഇതൊക്കെ വന്നതെന്ന് പറയുകയും ചെയ്യുമ്പോൾ യോബ് പറയാണ്, എന്റെ സാക്ഷി ഉയരത്തിലുണ്ട്. വായിച്ചോ. എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോബ് പറയാണ്, ഉയരത്തിൽ എനിക്കൊരു സാക്ഷിയും ഒരു ജാമ്യക്കാരനുമുണ്ട് എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ തീച്ചൂളയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും യോബ് പറയുകയാണ്, എനിക്ക് വേണ്ടി ഒരു സാക്ഷി എവിടെയുണ്ട്? ഒരു ജാമ്യക്കാരൻ എനിക്കുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കാൻ അവിടെ ആ വക്കീലുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം.
ഇയ്യോബിന് മൂന്ന് സ്നേഹിതന്മാരുണ്ട് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തേമാന്യനായ എലീഫസും ശൂഹിനായ ബിൽദാദും നയമാത്യനായ സോബരും 3 സ്നേഹിതന്മാർ ഇയ്യോബിനുണ്ടായിരുന്നു. ആത്മീയ സ്നേഹിതന്മാരായിരുന്നു. അവർ ഇയ്യോബിന് ഈ കഷ്ടതയെല്ലാം വന്നു എന്ന് കേട്ട് അവർ യാത്ര ചെയ്ത് ഇയ്യോബിന്റെ അരികിൽ വന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ ആ കഷ്ടതയുടെ കാഠിന്യം കണ്ടിട്ട് ഒരാഴ്ചക്കാലത്തേക്ക്, ഏതാനും ദിവസത്തേക്ക് പ്രിയപ്പെട്ടവരെ, ഒരു വാക്കും പറയാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം വലിയ ചോദനയിലൂടെയായിരുന്നു ഇയ്യോബ് കടന്നുപോയത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ ചേർത്ത് ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ഒന്ന് പകരാൻ, നമ്മുടെ വേദനകളൊന്ന് പറയാൻ, നമ്മുടെ അവസ്ഥകളൊന്ന് തുറന്നു പറയാൻ നമുക്ക് ആത്മീയ സഹോദരന്മാരുണ്ടോ പ്രിയപ്പെട്ടവരെ? ആത്മീയ സ്നേഹിതന്മാരുണ്ടോ പ്രിയപ്പെട്ടവരെ? വിശ്വസ്തരായ ആത്മീയ സഹോദരന്മാരെ നാം കണ്ടുമുട്ടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പഴയ നാം പഠിക്കുമ്പോൾ, ദാനിയേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥവും പറയണമെന്ന് രാജാവ് പറഞ്ഞു വിടുമ്പോൾ ദാനിയേൽ തന്റെ കൂട്ടുകാരുമൊത്ത് വൈകിട്ട് അവർ പരസ്പരം ഷെയർ ചെയ്ത് അവർ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു എന്നും ആ വിഷയത്തിന്റെ ഉത്തരം ദൈവം കൊടുത്തു എന്ന തിരുവചനത്തിൽ വായിക്കും. ദൈവമക്കളെ, നാം എത്ര ആത്മീയ ഉന്നതയിൽ നിൽക്കുന്നവരാണെങ്കിലും നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ശോധനകൾ വരാം, നമുക്ക് ക്ഷീണങ്ങൾ വരാം, വാട്ടങ്ങൾ വരാം. അപ്പോഴൊക്കെയും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയം പകരാൻ, നമ്മുടെ ഹൃദയം തുറന്നു പറയാൻ, നമുക്ക് വേണ്ടി ഒന്ന് കൈമലർത്താൻ ഒരു ആത്മീയ സ്നേഹിതന്മാരുള്ളത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ. ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ദൈവത്തിന് വായിക്കാം, 42:7 വായിച്ചേ. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളിച്ചതിന് ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളിച്ചെയ്തത്, ഇയ്യോബിന്റെ സ്നേഹിതനായ തേമാന്യനായ എലീഫസിനോട് നിത്യനായ ദൈവം പറയുകയാണ്. വായിച്ചോ. നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എലീഫസെ, നിന്നോട് മാത്രമല്ല, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ആർക്കാ? നിത്യനായ ദൈവത്തിന് ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന ഇയ്യോബിന്റെ സ്നേഹിതന്മാരോട് കോപം ജ്വലിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ കാരണം? നാം മനസ്സിലാക്കേണ്ടതാണ്. എന്ത്? ഇയ്യോബിന് കൊടുക്കേണ്ട ശരിയായ ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ, അവന് ലഭിക്കേണ്ട ഒരു ആശ്വാസം ലഭിക്കാൻ ആ സഹോദരന്മാരുടെ വാക്കുകൊണ്ട് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അവർ കഷ്ടതയുടെ നടുവില് ദൈവത്തിന്റെ ദാസനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം. എന്ത്? നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും ആത്മീയ പ്രത്യാശയും ഉളവാക്കുന്നവരാണോ? ആത്മീയ സ്നേഹിതന്മാരെ ഉപദേശിക്കുകയും അവർക്ക് നേർവഴിയും കടഞ്ഞു കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ മാറിയുകൊണ്ടല്ല പറയുന്നത്. നാം കൊടുക്കുന്ന ഉപദേശങ്ങൾ, നാം കൊടുക്കുന്ന ശാസനകൾ, അതെല്ലാം ദൈവം പ്രസാദിക്കുന്നതാണോ? നാം എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? നാം ആരെയെങ്കിലും വഴിതെറ്റുന്ന ഉപദേശത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ നോക്കി ദൈവം പറഞ്ഞു, നിങ്ങളോട് എനിക്ക് കഠിനമേറിയ വിദ്വേഷമുണ്ട്, കോപമുണ്ട് എന്ന്. കാരണം നിങ്ങൾ എൻ്റെ ഭക്തനായ ഇയ്യോബിന് ഒരാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലോ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, താഴോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ദൈവത്തിന്റെ സ്തോത്രം, ഇയ്യോബിന്റെ അരികിലേക്ക് ദൈവത്തിന്റെ സ്തോത്രം 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയുമായിട്ട് നിങ്ങൾ കടന്നു വരണമെന്ന്. എന്തിനാ? നിങ്ങളുടെ പാപത്തിന് ഇയ്യോബ് ഒരു യാഗം കഴിക്കണം. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ഇയ്യോബ് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവസന്നിധിയിൽ ഒരു യാഗം കഴിക്കണം. ദൈവം പറയാണ്, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കും. പ്രിയപ്പെട്ടവരെ, നീതിമാനായ, പരീക്ഷയിൽ ജയിച്ചവനായ, പ്രതികൂലങ്ങളെ തരണം ചെയ്തവനായ, ജീവിതത്തിൽ ഉള്ള അവസ്ഥ തിരിച്ചറിഞ്ഞവനായ, ആത്മാവിന്റെ അവസ്ഥ ഏറ്റുപറഞ്ഞവനായ ഇയ്യോബിനെ ദൈവം പ്രിയപ്പെട്ടവർ മറ്റുള്ളവർക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവനെ ആക്കിയെന്ന്. ഇയ്യോബിന്റെ സ്നേഹിതന്മാര് 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയും ഇയ്യോബിന്റെ അരികിൽ കൊണ്ടുവന്നു. താഴ്ത്തു വെച്ച്, ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, ഞാൻ ഇയ്യോബിന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം, നിങ്ങൾ ചെയ്ത പാപത്തിന് തക്കവണ്ണം
നിങ്ങളോട് ഞാൻ ചെയ്യാതിരിക്കുമെന്ന്. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 42-9 വാക്യം വായിക്കാം. അങ്ങനെ തേമാന്യനായ എലിഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബിന്റെ മുഖത്തെ നിത്യനായ ദൈവം ആദരിച്ചു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തെല്ലാം പ്രതികൂലങ്ങളും കഷ്ടതകളും വേദനകളും എല്ലാം ജീവിതത്തിൽ വന്നെങ്കിലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയെങ്കിലും, ആരെല്ലാം കുറ്റപ്പെടുത്തിയെങ്കിലും, നീ ഇനി ജീവിക്കണ്ട എന്ന് ഭാര്യ വരെ പറഞ്ഞുവെങ്കിലും, ദൈവമക്കളെ നാം വായിക്കുകയാണെന്ത്? ഇയ്യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും നിറയുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയുടെ കോണിലിരുന്ന ഒരു മനുഷ്യനെ ദൈവം ആദരിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, കാത്തിരുന്നൊരുങ്ങാം, നമ്മുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ജീവിക്കാം, നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നാം കടന്നു ചെല്ലുന്നൊരു ദിവസം നിത്യനായ ദൈവം നമ്മെ ആദരിക്കുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ കയറി വരികയിലെന്നുള്ള ആ സ്വർഗത്തിൻ്റെ സ്വരം കേൾക്കുവാൻ ദൈവമക്കളെ നമുക്ക് ഒരുങ്ങാം, നമുക്ക് എളിമപ്പെടാം, നമ്മളെ തന്നെ താഴ്ത്താം. അയ്യോ, ഞാൻ ഏതുമില്ലോ എന്നുള്ള ആ ഉൾക്കാഴ്ചയോടെ നമ്മെ തന്നെ കണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കരയാൻ. ദൈവമക്കളെ, അയ്യോ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് കരയുകയാണെന്ന്. ദൈവമക്കളെ, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. കർത്താവേ, എൻ്റെ ഉള്ളിലെ അവസ്ഥ കണ്ട് ഞാൻ എളിമപ്പെടുകയാണെന്ന്, ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണെന്ന്, ഞാൻ ഏതുമില്ല എന്ന്. എൻ്റെ കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ ഒരു പരാജയപ്പെട്ടവനാണെന്ന്. എൻ്റെ കർത്താവേ, അനേക വീഴ്ചകൾ വന്നുപോയവനാണെന്ന്, അഹങ്കാരത്തോടെ സംസാരിച്ചവനാണെന്ന്, ഉന്നതഭാവത്തോടെ നിലർന്നവനാണെന്ന്, എൻ്റെ ഹൃദയം ഗർവിച്ചു പോയി എന്ന്. എൻ്റെ കർത്താവെ, പലതിലും ഞാൻ മത്സരിച്ചു പോയവനാണെന്ന്. എന്ന കർത്താവേ, ഇയ്യോബിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് കരഞ്ഞ് അനുദപിച്ച്, കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം ഇന്ന് പുതുക്കി സമർപ്പിക്കുകയാണെന്ന്. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.